PMI. PMI for Principle of Mathematical Induction. So, we will Principle of Mathematical Induction PMI എന്ന് വിളിക്കാം. Okay. So, a statement will be given. A statement involving the natural number n. So, our statement, first we have to take P of n, the given statement. തന്നിരിക്കുന്ന statement P of n എന്ന് എടുക്കുക. So, the first step, that step is called basic step. Here we show that P of n is true for n is equal to 1 as 1 is the first natural number. Okay, first we are proving the result is true for every natural numbers. All natural numbers തന്നിരിക്കുന്ന result true ആണെന്ന് prove ചെയ്യാൻ പോവുകയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ടെക്നിക് യൂസ് ചെയ്തിട്ട്. സോ അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നാച്ചുറൽ നമ്പർ ആയ 1ൽ ആ റിസൾട്ട് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഇസ് ഫസ്റ്റ് വി ഷോ P of 1 is true. P of n, the given statement. In first step, we prove P of 1 is true. Okay, so 1 first natural number ആണ്. അതുകൊണ്ടാണ് 1ൽ നമ്മൾ റിസൾട്ട് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. That's why this step is called basic step. Step 2, inductive hypothesis. So word തന്നെ മനസ്സിലാവും. Hypothesis ആണ്, നമ്മൾ ഊഹിക്കുകയാണ്. Here we assume P of n is true for n is equal to k, where k is some natural number. Okay, so 1ൽ ട്രൂ ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യും. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ എന്ന രീതിയിൽ നമ്മൾ കെയിൽ ഈ റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. ബൈ യൂസിങ് ദിസ് ഇൻഡക്റ്റീവ് ഹൈപ്പോത്തിസിസ്, ദാറ്റ് ഇസ് സ്റ്റെപ്പ് 2, വി ഹാവ് ദ സ്റ്റെപ്പ് 3, ഇൻഡക്റ്റീവ് സ്റ്റെപ്പ്. ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ്. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇൻഡക്റ്റീവ് സ്റ്റെപ്പ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, here by using inductive hypothesis we will prove that P of n is true for n is equal to k plus 1. ഫസ്റ്റ് നാച്ചുറൽ നമ്പറിൽ റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. പിന്നീട് നമ്മൾ വേറെ ഏതോ ഒരു നാച്ചുറൽ നമ്പർ, അതിനെ നമ്മൾ k എന്ന് എടുക്കുന്നു, ഒരു വേരിയബിൾ എടുക്കുന്നു, ഇറ്റ് ക്യാൻ ബി എനി നാച്ചുറൽ നമ്പർ എന്നർത്ഥം. ഓക്കെ, അതിൽ നമ്മൾ റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. ആ ഹൈപ്പോത്തസിസ് യൂസ് ചെയ്ത് കെയുടെ തൊട്ടടുത്ത നമ്പർ k+1ലും റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. സോ അങ്ങനെ വരുമ്പോൾ ഈ ടെക്നിക് യൂസ് ചെയ്ത് 3 സ്റ്റെപ്പും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ സ്റ്റെപ്പ് 4 വി ക്യാൻ റൈറ്റ് ഹെൻസ് ബൈ PMI, ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് P of n is true for all natural numbers. മനസ്സിലായല്ലോ? സോ ഏതെങ്കിലും ഒരു റിസൾട്ട് ഫോർ എവറി നാച്ചുറൽ നമ്പേഴ്സിന് ട്രൂ ആയിട്ടുള്ള റിസൾട്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിന്റെ പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ 3 സ്റ്റെപ്സ് ആണുള്ളത്. ആ സ്റ്റെപ്പ് എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. ദാറ്റ് ഇസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കോൾഡ് ബേസിക് സ്റ്റെപ്പ്. ഹിയർ വി പ്രൂവ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ദ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ 1. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ്. Here we assume the result, the given statement, that is P of n is true for n is equal to k, where k is some natural number. And in main step, inductive step, by using the inductive hypothesis, we will prove the result is true for n is equal to k plus 1, the next number of k. So, PMI വെച്ചിട്ട് നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും. The result is true for every natural numbers. 11th സ്റ്റാൻഡേർഡിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിലും ട്രൂ ആയിട്ടുള്ള 3 തരത്തിലുള്ള 3 ടൈപ്സ് സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഈ ഒരു ചാപ്റ്ററിലെ ആ സ്റ്റേറ്റ്മെന്റ്സിനെ നമുക്ക് 3ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ആൾജിബ്രിക് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് ഈസ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ ഡിവിസിബിലിറ്റി, തേർഡ് ഈസ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻവോൾവിംഗ് ഇൻഇക്വാലിറ്റീസ്. സോ ഈ 3 തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സുകളും എങ്ങനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം.